ദാ പിടിക്ക്, കൊടുക്ക്. ദാ പിടിക്ക്, ചെല്ലങ്ങോട്ട്. വാ, നമുക്ക് അവിടെ പോയി നോക്കാം. ഇത് നോക്കിയാലോ? രണ്ടുപേരും കൂടി എന്തൊക്കെ പറയുന്നുണ്ട്. മോളെ, ഇതെന്താ നീ എല്ലാം കൂടി ഇങ്ങനെ പിടിച്ചോണ്ട് നിൽക്കുന്നത്? കുറച്ച് എനിക്ക് തന്നേക്ക്. അയ്യോ വേണ്ട സർ, തുണിയല്ലേ, വലിയ വെയിറ്റ് ഒന്നുമില്ല. എന്നാലും ഒരു മര്യാദയൊക്കെ വേണ്ടേ? മോള് കുറച്ചിങ്ങോട്ട് താ. വേണ്ട സർ, കുഴപ്പമില്ല, വേണ്ട സർ. എന്താ ഇത്? ഇവിടെ ഈ ചുമട്ടുകാരെ കുറിച്ച് തർക്കം വേണോ? ചുമട്ടുകാരോ? പ്ലീസ്, ഇവിടെയെങ്കിലും ഒരു അല്പം സ്വൈരം തരുമോ നിങ്ങൾ? അങ്കിളെ, യതിയെങ്കിൽ അല്പം ടെൻഷനിലാണെന്ന് തോന്നുന്നു. നമുക്കൊരു കമ്പനി കൊടുത്താലോ? വാ വാ. അളിയാ, സത്യം പറഞ്ഞ ഈ സ്ത്രീകളുടെ കൂടെ ഡ്രസ്സ് പർച്ചേസിംഗ് വരുന്നത് പോലെ ഒരു ബോറിംഗ് പരിപാടി വേറെ ഒന്നുമില്ല. എന്നാലേ ബോറിംഗ് ആണെന്ന് ഇവരോടൊന്ന് പറയാൻ പറ്റുമോ? അതാണ് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രഷർ. എന്തു പറയുന്ന അളിയാ? എനിക്കങ്ങനെ പൂർണ്ണമായിട്ട് ആ അഭിപ്രായത്തിനോട് യോജിക്കാൻ പറ്റില്ല. എല്ലാവരുടെയും കൂടെ പർച്ചേസിന് വരുന്നത് ഞാൻ എൻജോയ് ചെയ്യാറുണ്ട്. അതെല്ലാവർക്കും അങ്ങനെ ഉണ്ടെങ്കിൽ, പക്ഷേ ഇടയിൽ വെച്ച് എന്തെങ്കിലും പറഞ്ഞ് അവരെ ഉടക്കും. ലോകത്ത് ഇന്ന് വരെ ഡ്രസ് എടുക്കാൻ പോയിട്ട് ഒരാണും പെണ്ണും ഒരുമിച്ച് ഒരു മനസ്സോടെ തിരിച്ചു വന്ന ചരിത്രം ഉണ്ടായിട്ടില്ല. അതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? അങ്ങനൊക്കെ ചോദിച്ചാ ആ ചോദ്യത്തിൽ തന്നെ ഉത്തരവുണ്ടല്ലോ. അങ്ങനെ നടന്നിട്ടില്ല. ഉദയങ്ങളുടെ അഭിപ്രായം എന്താ? അല്ല, വേറൊരു കൾച്ചറിൽ ജീവിക്കുന്ന ആളല്ലേ അമേരിക്കയിൽ. കൾച്ചറിന് ചെറിയ ചേഞ്ച് ഒക്കെ ഉണ്ടായാലും ആൾക്കാരൊക്കെ ഇവിടെ തന്നെ ഉള്ളവരല്ലേ? ഇപ്പൊ മനസ്സിലായി. ഇതൊക്കെ പോലെ തന്നെയാ അവിടെയും. പെണ്ണുങ്ങൾക്ക് എന്തിന്ത്യ, എന്ത് അമേരിക്ക, എന്ത് കാട്ടാക്കട. മതി മതി, സ്ത്രീകളെ ഇങ്ങനെ ഒരുപാട് കുറ്റം പറയുന്നത് ഇന്ദ്രജയും പത്മയൊന്നും കേൾക്കണ്ട. ഇത് തന്നെയാണ് പ്രശ്നം. ആണുങ്ങൾ ചങ്കൂറ്റം കാണിക്കേണ്ട സമയത്ത് ചങ്കൂറ്റം കാണിച്ചില്ലെങ്കിൽ പെണ്ണുങ്ങൾ ഇങ്ങനെ മേളിലോട്ട് കേറിക്കൊണ്ടേയിരിക്കും. ഓഹോ, അതായിരിക്കും നമ്മുടെ വീട്ടിൽ കാണുന്നത്. അല്ല വിജയ്, ഈ പറയുന്ന തനിക്ക് ചങ്കൂറ്റം കാണിക്കാനുള്ള തടസ്സം എന്താ? അത് പറ. അത് എനിക്ക് ബുദ്ധിയുള്ളത് കൊണ്ടാ. ഓ, എനിക്ക് വേണമെങ്കിൽ പിന്നെ ഇന്ദ്രജയുമായിട്ട് ഉടക്കാം. ഇന്ദ്രജയെ പത്മാൻറ്റി ന്യായീകരിക്കാൻ വരുമ്പോഴേ എനിക്ക് വേണമെങ്കിൽ ദേഷ്യപ്പെടാം. പക്ഷെ ഞാനത് എന്തുകൊണ്ട് ചെയ്യുന്നില്ല? അതെന്തായാലും എനിക്കറിയില്ല. എനിക്കറിയാം. പട്ടിണി കിടക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തത് കൊണ്ട്.
അത് സത്യം. അതാണ്. ആ. മിടുക്കൻ. കൊള്ളാം. സത്യമാണ് അങ്കിൾ. ഉം. ഇന്ദ്രജയോടോ പത്മാന്റിയോടോ ഉടക്കിയ പിറ്റേ ദിവസം രാവിലെ ഞാൻ ദേ ഈ റോഡിലേക്ക് ഇറങ്ങേണ്ടത്. ആണോ? ഉം. എനിക്കേ അതിന് മനസ്സില്ലാന്ന്. ആ അത് ശരി. ആ. അല്പം നാണം കെട്ട എന്താ കുഴപ്പം? അല്ലെങ്കിൽ തന്നെ ഈ നാണത്തിലൊക്കെ എന്താ കാര്യം അങ്കിൾ? ഇന്ദ്രജയ് ഇതാ വരുന്നേ. ഇതാ വരുന്നേ. പോ